ഹായ് ഫ്രണ്ട്സ്, SK ഇൻഫോഷറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലത്തെ ചോപ്പേഴ്സ്, വെജിറ്റബിൾ ചോപ്പേഴ്സ് കേടായാൽ എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഉണ്ട് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതിനടുത്ത് തന്നെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് രണ്ട് ചോപ്പേഴ്സാണ്. നമ്മുടെ വെജിറ്റബിൾ ചോപ്പേഴ്സ് ഇല്ലേ, ചോപ്പർ, അതാണിത്. ഇത് വർക്കിംഗ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് അനങ്ങണില്ല, കേടായി. ഇത് നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ശരിയാക്കിയതിന് ശേഷം ഞാൻ വേറൊരു ഇത് മോട്ടറൈസ്ഡ് ആക്കണം എങ്ങനെയാണെന്ന് കൂടി കാണിച്ചിട്ട് അടുത്ത വീഡിയോയിൽ. നമുക്ക് ഈ ചോപ്പർ ഒന്ന് അഴിച്ചു നോക്കാം കേട്ടോ. ഈ 4 സ്ക്രൂ മാത്രമേ ഉള്ളൂ. ആ 4 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം ആദ്യം. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ഈ സ്ക്രൂ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ സ്പ്രിങ് കാണാം. അപ്പോൾ സ്പ്രിങ് ആണ് പൊട്ടിക്കണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് അഴിക്കണം കേട്ടോ. ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്പ്രിങ് പൊട്ടിപ്പോയതാവാം പ്രശ്നം. അത് നമുക്ക് അഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. സ്പ്രിങ്ങും ആ വീലുമായിട്ടുള്ള ബന്ധം വിട്ടുപോയതാണ്. അത് കറങ്ങാതിരിക്കാനുള്ള മെയിൻ കാരണം കേട്ടോ. സ്പ്രിങ്ങിൻ്റെ മുകളിലുള്ള ലോക്കില്ലേ, അത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് കണക്ട് ചെയ്യുന്നത്, അത് ഒടിഞ്ഞു പോയിട്ടോ. അത് ഒടിഞ്ഞു പോയതാണ് ഇത് കറങ്ങാതിരിക്കാൻ കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രിങ് ടൈറ്റ് ആവില്ലല്ലോ അത് ഒടിഞ്ഞു പോയാൽ. നമുക്കിപ്പോൾ ആ സ്പ്രിങ് ഒന്ന് റിലീസ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ സ്പ്രിങ്ങിൻ്റെ വളവൊക്കെ ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. അത് ചുരുണ്ടിരുന്നാൽ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ സ്ട്രൈറ്റ് ആക്കി എടുക്കുക. അതിൽ ചുളിവും ഒടിവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണമാണ് കേട്ടോ നല്ലത്. നമുക്ക് നേരത്തെ ഒടിഞ്ഞു പോയ ആ ലോക്കിന് പകരമായിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ 2 വളവിട്ട് കൊടുത്തിട്ട് ഒരു റൗണ്ട് പോലെ ആക്കി എടുത്താൽ മതി. അത് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് കടത്തി വയ്ക്കാനുള്ളതാണല്ലോ. അത്രയും ചെയ്താൽ മതി. സ്പ്രിങ് വീലുമ്മ കണക്ട് ചെയ്തിട്ട് അത് ചുറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോക്ക് സെറ്റ് ചെയ്തത്. എന്നാൽ ചുറ്റിയെടുക്കണേക്ക് മുമ്പ് നമുക്ക് ഈ ഹാൻഡിലൊന്ന് അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ ചുറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ലോക്ക് അഴിച്ചു മാറ്റുക, എന്നിട്ട് ആ നൂലും കൂടി അഴിച്ചെടുത്ത് നമുക്ക് ഹാൻഡിൽ അഴിച്ചു മാറ്റാം സുഖമായിട്ട്. നൂല് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുടുക്കിട്ട് നിർത്തിയേക്കുക, ഒരു കെട്ട് കെട്ടിയിട്ടിരിക്കുക. ആ കെട്ട് അഴിച്ചെടുത്ത് ആ നൂല് അഴിച്ചെടുക്കുക നമുക്ക്. ഇത് നമ്മുടെ ഫ്ലാറ്റ് സ്പ്രിങ്ങിൻ്റെ 2ാമത്തെ എൻഡാണ് കേട്ടോ. അവിടെ ഈ വളഞ്ഞുകൂടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് മുറിച്ച് കളയണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രിങ് ചുറ്റിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ലോക്ക് പോലെ സെറ്റ് ചെയ്യണം, അപ്പുറത്ത് സെറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും നമുക്ക് ഇതുപോലെ തന്നെ ലോക്ക് ആവശ്യമാണ്. അവിടെയും ജസ്റ്റ് ഒരു കൊളുത്ത് പോലെ ഇട്ടാലും മതിയായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്പ്രിങ് ചുറ്റി കഴിയുമ്പോൾ ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടി ആ ഗ്രൂവിൻ്റെ അവിടെ തടസ്സം നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരു ലോക്ക്. അതിന് നമുക്ക് ഈ സ്പ്രിങ് എങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ 2 ഭാഗത്തും ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊരു ലോക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കാണുന്ന ഭാഗത്ത് കടത്തി വയ്ക്കണം. എന്നിട്ട് അത് ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഈ കാണുന്ന കട്ടിങ് ഇല്ലേ, ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. നമുക്ക് ഈ സ്പ്രിങ്ങിൻ്റെ ഈ കൊളുത്ത് ആദ്യം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ ലോക്കിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ സ്പ്രിങ് നേരത്തെ കാണിച്ചൊരു ഗ്രൂ ഉണ്ടായിരുന്നില്ല, ഒരു കട്ടിങ് ഉണ്ടായിരുന്നില്ലേ താഴത്ത്, അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക കേട്ടോ. അതിന് നമുക്ക് നേരത്തെ അഴിച്ച സ്ക്രൂ അത് അഴിച്ചെടുത്തില്ല, അതേപടി തന്നെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് സ്ക്രൂ ഇട്ട് മുറുക്കി കൊടുക്കാം. ഈ സ്പ്രിങ് ചുറ്റിയെടുക്കുന്ന ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് ഈ ചോപ്പറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസാണ് അത് നമ്മൾ ചുറ്റാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോക്ക് വൈസ് അല്ല, സാധാരണ എല്ലാം ക്ലോക്ക് വൈസ് ചുറ്റും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ ചുറ്റണം.
നമ്മൾ ഹാൻഡിലുമേ പിടിച്ച് വലിക്കുമ്പോഴാണല്ലോ ആ ബ്ലേഡ് കറങ്ങേണ്ടത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് ചുറ്റിയെടുത്താലേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസാണ് ഇത് ചുറ്റിയെടുക്കേണ്ടത്. ആദ്യം മറ്റേ സ്പ്രിങ് ചുറ്റിയെടുക്കേണ്ടത്. വീല് ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നാൽ, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ സ്പ്രിങ് ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കയറി പൊക്കോളും, ഉള്ളിൽ ടൈറ്റ് ആയിക്കോളും. അത് സ്പ്രിങ് മുഴുവൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവസാനം ഇട്ടിരുന്നതിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെ ഒന്ന് ലോക്ക് ആവണം. സ്പ്രിങ് മുഴുവനായിട്ട് കയറിയതിന് ശേഷം ഈ വീല് പ്രോപ്പറായിട്ട് കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്പ്രിങ് ചെരിഞ്ഞ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോക്കിൻ്റെ ഭാഗത്ത് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് അനക്കി കൊടുത്താൽ മതി, ശരിയാവും. അത് ചിലപ്പോൾ തിരിഞ്ഞ് കയറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ സ്ക്രൂ മുറുക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ നൂലൊന്ന് രണ്ടാമത് മര്യാദയ്ക്ക് ഒന്ന് ചുറ്റി കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ നൂല് മാത്രമേ പൊട്ടിപ്പോകാറുള്ളൂ കേട്ടോ ചിലതിൻ്റെ. അപ്പോൾ നൂല് മാത്രം പൊട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നൂല് ജസ്റ്റ് ഇവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് ഈ കെട്ടുണ്ടല്ലോ, അഴിച്ചെടുത്തിട്ട് നമുക്ക് അത് അഴിച്ച് മാറ്റി രണ്ടാമത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് ഹാൻഡിൽ പിടിപ്പിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അതിന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സ്പ്രിംഗ് ഒന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ നൂല് ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ ചുറ്റി കൊടുക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാൽ ലെഫ്റ്റിലേക്ക് ചുറ്റി കൊടുക്കുക. നമ്മൾ സ്പ്രിങ് ചുറ്റിയേക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. അതേപടി തന്നെ ഈ നൂല് മുഴുവനും ചുറ്റിയെടുക്കുക. അത് മുഴുവനും ചുറ്റിയതിന് ശേഷം നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള ഈ ചെറിയ പുറത്തേക്ക് എടുക്കണമല്ലോ നൂല്, അത് ഈ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഒന്ന് വലിച്ചു നോക്കുക, നല്ല ക്ലീനായിട്ട് അത് കറങ്ങുന്ന കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് കൈ വിട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തിരിച്ചു പോകും. അതില്ലാതിരിക്കാൻ കൈ ടൈറ്റ് ചെയ്തൊന്ന് പിടിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഹാൻഡിലിൻ്റെ ഉള്ളിലേക്ക് ആ ഹോളിൽ കൂടി കയറ്റിയിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാൻ. നമുക്ക് ഹാൻഡിലുമുള്ള ചെറിയൊരു ഹോളാണ്. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി ഈ നമ്മൾ നൂലിൻ്റെ അറ്റത്ത് ഒരു സോപ്പ് ഇത്തിരി പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് സ്റ്റിഫാക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ആ ഹോളിൽ കൂടി കയറ്റി കൊടുക്കാം. കയറ്റി കൊടുത്തിട്ട് ഉള്ളിലൊരു ചെറിയൊരു കുടുക്കിട്ട് കൊടുത്താൽ മതി, അതവിടെ ഇരുന്നോളൂ. ഈ നൂല് ഹോളിൽ കൂടി പുറത്തേക്ക് പോകാണ്ടിരിക്കാനാണ് അറ്റത്തൊരു കെട്ടിടണം കേട്ടോ. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ നേരത്തെ അവിടെ നിന്ന് അഴിച്ച് ആ ക്യാപ്പ് അവിടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കേണ്ടതാണ് കേട്ടോ. അത് ടൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രൂ കണ്ടില്ലേ, ഇവിടെ ഈ രണ്ട് കട്ടിങ്, ആ കട്ടിങ് ഒരേപോലെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്യാം. 4 സ്ക്രൂ ഉണ്ട്, 4 സ്ക്രൂവും മുറുക്കി കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെ 12 വോൾട്ട് DC വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ വർക്ക് ഇപ്പോൾ തീർന്നു. ഇതിപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലേഡ് കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് കാര്യമാണ്. ഇത് പൊട്ടിപ്പോവാറുണ്ട്, ചിലരിന് സ്പ്രിങ് പൊട്ടിപ്പോവാറുണ്ട്, ചിലരിന് നൂല് പൊട്ടിപ്പോവാറുണ്ട്. ഏതായാലും രണ്ടും എങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. നമുക്കൊന്ന് ഈ സവാള ഒന്ന് അരിഞ്ഞ് നോക്കാം. ഏതായാലും നമ്മളിത് ചെയ്ത് തീർത്തതല്ലേ, അപ്പോൾ ഈ സവാള അരിഞ്ഞ് നമുക്ക് എങ്ങനെ കിട്ടണ്ടെന്ന് നോക്കാം. ഒരു സവാള ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.